എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് ചേരുവകൾ വെച്ചിട്ട് കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെസ് ലെച്ചസ് കേക്ക് ആണ് കേട്ടോ. സാധാരണ നമ്മൾ കേക്ക് റെഡിയാക്കുന്ന അത്രയും ചേരുവകളൊന്നും ഇതിന് വേണ്ട. 4 ചേരുവകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ട്രെസ് ലെച്ചസ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഗുഡ് ഡേയുടെ ഈ ഒരു ചോക്കോ ചിപ്സ് ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് 120 ഗ്രാം ആണ്. അപ്പോൾ രണ്ടും കൂടി 240 ഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൈഡ് ആൻഡ് സിക്ക് വെച്ചിട്ടൊക്കെ ആണെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 പാക്കറ്റ് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇത് കുറച്ച് ഏറെ തന്നെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, നമുക്കൊരു 2-3 തവണയായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് നമുക്ക് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബിസ്ക്കറ്റും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം തന്നെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കട്ടകൾ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഉടച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളോ തരികളോ ഒന്നും ഇല്ലാതെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പൊടിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയെ എത്ര കപ്പ് ഉണ്ടെന്ന് ഞാനൊന്ന് അളന്ന് കാണിച്ചു തരാം കേട്ടോ. 250 ml കപ്പിൽ 1.25 കപ്പ് അളവ് ബിസ്ക്കറ്റ് പൊടി ഉണ്ട് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഈ ഒരു ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ഒരു മധുരമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4മതായിട്ട് വേണ്ട ഒരു ചേരുവ എന്ന് പറയുന്നത് പാലാണ്. പാല് നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിരുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിത് മുഴുവൻ ആവശ്യമില്ല. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എത്ര ആയിന്ന് പറയാം കേട്ടോ. കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക. ഒരേ സൈഡിലേക്ക് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ തരികളായിട്ട് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഒരുപാട് സ്പീഡിലൊന്നും നമ്മൾ മിക്സ് ചെയ്യരുത്. പതിയെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് എടുത്തതിൽ എനിക്കൊരു 1/4 കപ്പോളം തന്നെ പാലൊന്ന് മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ കൂടിയോ കുറഞ്ഞെന്നൊക്കെ ഇരിക്കാം കേട്ടോ പാലിൻ്റെ ഒരു അളവ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറക്റ്റ് പരുവത്തിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്വല്പം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നമുക്ക് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഒരു കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയതായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഹോളുള്ള മൂടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഹോൾ നമ്മൾ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ആവി ഒട്ടും തന്നെ വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 25-30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിതൊന്ന് ബേക്കായി കിട്ടും കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളൊക്കെ എടുക്കുന്ന ഒരു പാത്രത്തിനനുസരിച്ച് ചിലപ്പോൾ സമയം കുറച്ച് പുറകോട്ടോ മുന്നോട്ടോ വന്നേക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് നമ്മളൊന്ന് കുത്തി നോക്കുക. ഇതുപോലെ ഒരു സെൻറ്റർ ഭാഗം കൂടെ നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കേക്ക് നമുക്ക് നല്ലപോലെ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ml പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 200 ml പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം.
ബാക്കി മാറ്റി വെച്ച് ഈ ഒരു 1/4 കപ്പ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നും വരാതെ നല്ലപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പഞ്ചസാര ചേർത്ത് വെച്ചിരുന്ന ഒരു പാല് ഈ ഒരു അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. പാല് നല്ലപോലെ തന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും തീ നമ്മൾ നന്നായിട്ട് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ചോക്ലേറ്റിനെ കോൺഫ്ലോറിൻ്റെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1 മിനിറ്റോളം തന്നെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇത് ഒരുപാട് കുറുകിയൊന്നും പോവരുത്. ചെറിയതായിട്ടൊന്ന് കുറുകി വരുന്ന പോലെ തോന്നുമ്പോഴത്തേക്കും തന്നെ നമ്മൾ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനാണ് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് പിന്നെ അങ്ങ് കുറുകി പോവും. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വിപ്പിംഗ് ക്രീമായിട്ടല്ല എടുത്തിരിക്കുന്നത്, വിപ്പിംഗ് പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഈ ഒരു പാത്രവും ഈ ഒരു വിസ്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് നമ്മളൊരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ഈ ഒരു ഫോസ്റ്റർ ക്ലക്സിൻ്റെ ഈ ഒരു വിപ്പിംഗ് പൗഡറാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു 2 പാക്കറ്റ് ഉണ്ടാവും. നമുക്കിപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് 1 പാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ നല്ല തണുത്ത പാലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒട്ടും തന്നെ കട്ടകളൊന്നും വരാതെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു മിക്സ് ഞാൻ ഈ ഒരു വിപ്പിംഗ് പൗഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോസ്റ്റർ ക്ലക്സിൻ്റെ ഈ ഒരു ടോപ്പിംഗ് മിക്സ് ആണ് എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ആദ്യമേ തന്നെ നല്ല ഹൈയിലിട്ട് വേണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഹൈയിലിട്ട് കൊടുത്തിട്ട് അതിന് ഒരു 4 മിനിറ്റ് നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിന് പകരം നിങ്ങളൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ക്രീം ചെറുതായിട്ടൊന്ന് ബീറ്റായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ പഞ്ചസാര പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ഇവിടെ നല്ലപോലെ തന്നെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം കുറച്ച് സമയം ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ തണുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് വെളിയിലേക്ക് എടുക്കുക. ഈ ഒരു ബട്ടർ പേപ്പറും കൂടെ നമുക്ക് അങ്ങെടുത്ത് മാറ്റിയേക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇനി ഒരു കേക്ക് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വല്ലതും ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഹോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു ചോക്ലേറ്റിൻ്റെ ഒരു മിക്സിൻ്റെ ചൂടൊക്കെ നല്ലപോലെ തന്നെ പോയിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട, ഏകദേശം അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്കിത് കേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 20-25 മിനിറ്റ് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഫ്രീസറിലൊന്നും വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു കേക്ക് ഒരു 25 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു വിപ്പിംഗ് ക്രീമും കൂടെ തേച്ച് കൊടുക്കാം. ഇതുപോലെ സൈഡ് കുറച്ചൊന്ന് വിട്ടിട്ടാണ് കേട്ടോ ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് തന്നെ തേച്ച് കൊടുക്കാമെന്നാണ് മുകളിൽ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കാണുമ്പോൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം, ഫ്രീസറിലല്ല താഴെ. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കേക്ക് എടുത്തിരിക്കുന്നത് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. നമ്മൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു മിക്സും കൂടെ ഒക്കെ ഒഴിച്ചതല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കേക്കല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഉണ്ടാക്കി നോക്കിയാൽ. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.
അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.